കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകുന്നേരം 4 മണിക്ക് നടന്ന വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ശ്രദ്ധ നേടുകയാണ്. കേരളത്തിൽ 140 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ 234, പശ്ചിമബംഗാളിൽ 294, ആസാമിൽ 126, പുതുച്ചേരി 30 സീറ്റുകളിലുമാണ് ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനവും സുരക്ഷാ അവലോകനവും പൂർത്തിയാക്കിയ ശേഷമാണ് ഇത് ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. വോട്ടെടുപ്പ് ഏപ്രിൽ 9 നടക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വ്യക്തമാക്കി. ഫലപ്രഖ്യാപനം മെയ് മാസം 4 ഇതിനിടെ വിവിധ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാനഘട്ട ചർച്ചയിലേക്കാണ്. കേരളത്തിൽ NDA, LDF, UDF മുന്നണികൾ ശക്തമായ ഒരുക്കങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചേർന്ന കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് അന്തിമ ചർച്ചകൾ നടത്തുകയാണ്. കെ സുധാകരൻ, അടൂർ പ്രകാശ്, MK രാഘവൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ മത്സരത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് ഉടൻ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യവുമായാണ് BJP മുന്നേറുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ അനുഭവങ്ങൾ പരിഗണിച്ച് കൂടുതൽ ശക്തമായ പ്രചാരണ തന്ത്രങ്ങളാണ് പാർട്ടി തയ്യാറാക്കുന്നത്. പശ്ചിമബംഗാളിൽ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുപ്പമേറിയതെന്നാണ് സൂചന. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ശക്തമായ നിലപാടിലാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ശക്തമായ വെല്ലുവിളിയാണ് BJP ഉയർത്തുന്നത്. ഇതിനിടയിൽ പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 58 ലക്ഷം പേരുടെ പേര് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദവും ഉയർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. കമ്മീഷൻ നീതിപൂർവ്വമായി പ്രവർത്തിക്കുന്നില്ല എന്നാരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവും പ്രതിപക്ഷം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടികൾ തങ്ങളുടെ പ്രചാരണ തന്ത്രങ്ങൾ ശക്തമാക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും സഖ്യ ചർച്ചകളും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും. ഇനി എല്ലാ കണ്ണുകളും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലേക്കാണ്. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതോടെ 5 സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ പോരാട്ടം ഔദ്യോഗികമായി ആരംഭിക്കും. അതോടെ രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകളും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും പുതിയ ഘട്ടത്തിലേക്ക് കടക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. SIR ശേഷം വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കേരളം, തമിഴ്നാട്, ബംഗാൾ അടക്കം 11 സംസ്ഥാനങ്ങളിൽ SIR ശേഷം ഏകദേശം 18.98 കോടി വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അങ്ങനെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ രാഷ്ട്രീയ ചൂട് രാജ്യത്താകെ ഉയർന്ന സാഹചര്യമാണിപ്പോൾ. തെരഞ്ഞെടുപ്പ് തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ പ്രചാരണ രംഗം കൂടുതൽ സജീവമാവുകയും മുന്നണിയുടെ പാർട്ടികളുടെയും പൂർണ്ണ ശക്തിയോടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകുന്നതിനൊപ്പം പ്രചാരണ തന്ത്രങ്ങളും വോട്ടർമാരെ ആകർഷിപ്പിക്കുന്ന വാഗ്ദാനങ്ങളും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്. ഭരണകക്ഷികളും പ്രതിപക്ഷവും ഒരുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രാഷ്ട്രീയ പരീക്ഷണമായി കാണുകയാണ്. ഇനി വരാനിരിക്കുന്ന ആഴ്ചകൾ രാഷ്ട്രീയമായി അതിനിർണായകമാണ്. ആരധികാരം പിടിക്കും, എവിടെ ഭരണമാറ്റം സംഭവിക്കും, എവിടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നതെല്ലാം തീരുമാനിക്കുക വോട്ടർമാരുടെ വിധിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന ഈ രാഷ്ട്രീയ പോരാട്ടം മെയ് മാസത്തിലെ ഫലപ്രഖ്യാപനത്തോടെ മാത്രമേ അവസാനിക്കൂ.